നമുക്ക് എന്താണോ ഇഷ്ടം ആ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ നാട്ടിൻപുറത്ത് ചെയ്ത് നടന്നിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അതൊക്കെ ഈ ഫുട്ബോളിന്റെ ഇതിന് പോവാ, ഗ്രൗണ്ടിന് പോവാ. അപ്പൊ അതൊക്കെ ഒരു സിനിമയാക്കിയിട്ട് ഇപ്പോഴത്തെ തലമുറക്ക് ലഹരിക്കെതിരെ ഒരു സിനിമയും കൂടെ ആയി. കാരണം ഒരുപാട് നാട്ടിലുണ്ട് ഇതേപോലെ ഗ്രൗണ്ടുകളില്ലാതെ പലരും ഈ ലഹരിക്ക് പിന്നാലെ പോണതൊക്കെ കളിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതിന്റെ കാരണത്താലാണ് എന്നുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതില് 2-3 കാര്യങ്ങൾ ഇതിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ജൂലൈ 3-ാം തീയതി ഞങ്ങളെ പടം റിലീസാവാണ്. ഒരുപാട് സന്തോഷമുണ്ട്. നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം. ഒരുപാട് സന്തോഷം. താങ്ക് യു ഓൾ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷിക്കു. ഈ കൊമ്പങ്ങാട് കോയ കുഞ്ഞാപ്പു എന്നുള്ളൊരു ക്യാരക്ടറിൽ വന്ന ആൾക്കാരാണ് ഞങ്ങൾ രണ്ടാൾക്കാരും. അപ്പോൾ ഈ പടം മലപ്പുറം ബേസ് ചെയ്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങളെ പെട്ടെന്ന് കാസ്റ്റ് ചെയ്തതിലും ഈ പടത്തിൽ ഞങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളൊരു കഴിവ് കറക്റ്റ് എടുത്ത് ഈ പടത്തിൽ ഞങ്ങൾ അഭിനയിപ്പിച്ച ജുനൈസ് ഖാനോട് ആദ്യം നന്ദി പറയാണ്. പോരാത്തിന് ഈ പടത്തിൽ ഒരുപാട് കോമഡിയും സെന്റിമെന്റും അതുപോലെ ഫുട്ബോൾ അനുബന്ധിച്ച് ഇപ്പോൾ തൂഫാന്റെ കാലഘട്ടമാണല്ലോ. അപ്പോൾ ലഹരിയോടുള്ള എതിർപ്പും എല്ലാം കൊണ്ടും കറക്റ്റ് ടൈമിനാണ് ഈ പടം റിലീസാക്കാൻ വന്നത്. ഇതിന്റെ ബാക്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. പ്രൊഡ്യൂസറിനാവട്ടെ, ഡയറക്ടർക്ക്, അതുപോലെ ജിബു, എല്ലാവർക്കും. അപ്പൊ ഇവരൊക്കെ ഒരു വൻ വിജയമായിട്ട് ഈ പടം മാറണമെന്നാണ് മലപ്പുറത്തുള്ള ഞങ്ങളെ രണ്ടാളും ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന എല്ലാവരും കൂടി കേട്ടിട്ട് ഈ വരുന്ന ജൂലൈ 3-ാം തീയതി പടം എല്ലാവരും തിയേറ്ററിൽ പോയി വിസിറ്റ് ചെയ്യണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹമുള്ളൂ. അപ്പൊ എല്ലാവരും മറക്കണ്ട, ഡേറ്റ് മറക്കണ്ട, ജൂലൈ 3-ാം തീയതി. താങ്ക് യു വെരി മച്ച്. ഹലോ, നമസ്കാരം. എൻ്റെ പേര് കാശിനാഥ് സനീഷ് എന്നാണ്. പക്ഷെ 4 വാക്കിൽ ചുരുക്കി കാശി എന്നാണ് ഞാൻ എല്ലാവരോടും പറയാറ്. പിന്നെ എല്ലാവരും പറഞ്ഞു ഫുട്ബോൾ പ്ലെയർ ആണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ ഞാനൊരു നടനും കൂടിയാണ്. ഞാൻ 6 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം അഭിലാഷം എന്ന് പറഞ്ഞ പടത്തിനാണ് അഭിനയിച്ചത്, ഷൈജോട്ടിന്റെ കൂടെ തന്നെ. പിന്നെ കളിക്കാരനാണ്. അതേപോലെ തന്നെ ഫുട്ബോൾ ഞാൻ കളിച്ചിട്ടുണ്ട്. 6-7 വർഷത്തോളം ഞാൻ ക്രസന്റ് എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ അക്കാഡമിയിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ എന്റെ അത്ലറ്റിക്സ് ഒരു അത്ലറ്റ് ആയിട്ടുള്ള ഒരു കരിയറിൽ ഇപ്പൊ ഞാൻ ഞാൻ റഗ്ബി എന്ന് പറയുന്ന ഒരു സ്പോർട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധികം പോപ്പുലർ അല്ല, പക്ഷെ എന്നിലൂടെ പോപ്പുലർ ആവട്ടെ ഞാൻ വിചാരിക്കുന്നു. അപ്പൊ റഗ്ബി എന്ന് പറയുന്ന സ്പോർട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഹിസ്റ്റോറിക്കലായിട്ട് പറയുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് റഗ്ബി ഇന്ത്യൻ ടീം കളിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. പിന്നെ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും എനിക്കുള്ള ഒരു പ്രശ്നമാണെന്ന് അറിയില്ല, കളിക്കാൻ പോകുന്ന സമയത്ത് ഒരാൾ വന്ന് സിനിമ നട വിളിച്ചാൽ എനിക്ക് ഇഷ്ടമല്ല. അതേപോലെ തന്നെ അഭിനയിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് കളിക്കാരാ വിളിച്ചാൽ എനിക്ക് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമാണ്. പക്ഷെ ഈ സിനിമയില് കുഴപ്പമില്ല, കാരണം രണ്ടും കളിയുണ്ട്, അതേപോലെ തന്നെ അഭിനയവും. പിന്നെ എനിക്ക് കൂടുതൽ പറയാനുള്ളത്, ഞാൻ ക്യാരക്ടറിലേക്ക് വരാം. ഞാൻ തൊത്തു എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ചെയ്തത്. നല്ലൊരു പേരാണ് തൊത്തു. അപ്പം തൊത്തുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഫുട്ബോൾ ഒരുപാട് നെഞ്ചോട് ചേർക്കുന്ന ഒരാളാണ്. സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അദ്ദേഹത്തിന്റെ ടാലന്റും കാര്യങ്ങളും, അദ്ദേഹം പഠിച്ച സ്കിൽസും. പിന്നെ കുറെ ആൾക്കാരോട് ചോദിച്ച ഈ സ്കില്ലൊക്കെ എപ്പോൾ പഠിച്ചെടുത്താണ്, ഇപ്പൊ ഏട്ടൻ ചോദിച്ചാൽ എത്ര ദിവസം കൊണ്ട് പഠിച്ചെടുത്താണ്. ദിവസങ്ങൾ മാസങ്ങളൊന്നും ഇല്ല, ഞാൻ ലോക്ക്ഡൌൺ സമയത്ത് പഠിച്ചെടുത്താണ് സത്യം പറഞ്ഞത്. പിന്നെ ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു 6-7 വർഷമായി. ഇതുവരെ അത് എനിക്ക് ഉപയോഗപ്പെട്ടില്ല, പക്ഷേ ഈ സിനിമ എനിക്ക് ഉപയോഗപ്പെട്ടു. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്ത് സാധനം എപ്പം പഠിച്ചു വെച്ചാലും അത് എന്തെങ്കിലുമൊക്കെ ഉപയോഗപ്പെടും.